നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കറിയുടെ ഒരു റെസിപ്പിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നല്ല തിക്ക് ഗ്രേവിയോടുകൂടി തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കാൻ പറ്റും. ചോറിന് പറ്റിയൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ പത്തിരി, ഇടിയപ്പം അതിനെല്ലാം നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. നമ്മളിവിടെ 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും ചേർക്കണം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 15 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് കുറച്ച് മസാല വറുത്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് മല്ലി പൊടി നമ്മൾ ഉപയോഗിക്കുന്നില്ല, മല്ലിയുടെ പൊടിയല്ല, മല്ലി മുഴുവനായിട്ട് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലേശം ജീരകം ചേർത്ത് കൊടുക്കുക. അത് രണ്ടാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ലേശം തേങ്ങ ചിരവിയത് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ ചിക്കൻ വേവിച്ചെടുത്തതാണ്. നേരത്തെ നമ്മളൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചല്ലോ. അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അത് നമ്മുടെ തേങ്ങയുടെ കൂട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മുളക് പൊടിയുടെ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ഉള്ളി വഴറ്റിയെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു കടായി ചൂടാകുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് ഒരു പച്ചമണം മാറുമ്പോൾ ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നീളത്തിലരിഞ്ഞത് അതുകൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ലേശം വേപ്പില ചേർത്ത് കൊടുക്കുക. വേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളത്തോട് കൂടിയിട്ട് അതിൻ്റെ ചിക്കൻ സ്റ്റോക്കോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, തേങ്ങയും മുളക് പൊടിയും മല്ലിയൊക്കെ അരച്ച് വെച്ച ആ കൂട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്രേവിയുടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കണം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചൂട് വെള്ളമായിരിക്കണം ചേർക്കേണ്ടത്, പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ ചൂടുള്ള വെള്ളം ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ചിക്കനിൽ ഇതിൻ്റെ മസാലയുടെ മിക്സൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരുന്നത് പോലെ നന്നായി നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ലേശം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കാം. അപ്പം നന്നായിട്ട് ഇതേ കുറുകിയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമ്മുടെ കറി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ലേശം ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു, അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മല്ലിയിലയെ കൂടെ ഇട്ടിട്ട് ഗ്യാസ് ഓഫാക്കാം. അപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമുക്ക് പുതിയ നല്ല വീഡിയോസുമായിട്ട് ഉടനെ കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.